SKN ഇതാ പതാക ഉയർത്തലിൻ്റെ ചടങ്ങിലേക്ക് കടക്കുന്നു. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ സ്റ്റേജിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, ഇപ്പോൾ KN ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗം പതാക ഉയർത്തലിൻ്റെ നിർദ്ദേശങ്ങൾ പ്രതിനിധികൾക്ക് നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. SKN കൊല്ലത്തെ ചൂട് പാലക്കാടിനെ ചൂടിനെ പോലും വെല്ലുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്തെ ആവേശം ഒട്ടും കെടാതെ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഈ സമ്മേളന നഗരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗരിയിൽ പതാക ഉയർത്തലിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ എറണാകുളം സമ്മേളനം അന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ആ സമ്മേളനത്തിൽ നിന്നും ഈ കൊല്ലം സമ്മേളനത്തിലേക്ക് 3 വർഷം പിന്നിടുമ്പോൾ കോടിയേരി ഇല്ലാത്ത ഒരു സമ്മേളനമാണ്. ഒരുപക്ഷെ കോടിയേരിയുടെ പേരിലുള്ള ഈ സമ്മേളന നഗരി കോടിയേരിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സഖാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ എന്നുള്ളതാണ് വസ്തുത. SKN ഇതാ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ KN ബാലഗോപാൽ പ്രതിനിധികളുടെ ക്രമീകരണങ്ങളുടെ നിർദ്ദേശം അനൗൺസ്മെൻറ്റ് നടത്തുന്നു. അല്പസമയത്തിനകം തന്നെ പതാക ഉയർത്തലിലേക്ക് കടക്കും. വലിയ നീണ്ട നിര നേതാക്കളുടെ നീണ്ട നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇളമരം കരീം, K രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, P രാജീവ്, തോമസ് ഐസക് തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രണ്ടാം നിരയിലും ഉണ്ട്. ഇതാ KN ബാലഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ നൽകുന്നു, അത് അനൗൺസ് ചെയ്യുന്നു. റെഡ് വളണ്ടിയർമാർക്കുള്ള നിർദ്ദേശങ്ങൾ. അല്പസമയത്തിനകം ഇതാ പതാക ഉയർത്താനുള്ള ചടങ്ങിലേക്ക് കടക്കുന്നതായാണ് നമുക്ക് കാണുന്നത്. AK ബാലൻ വേദിയിലുണ്ട്. സമ്മേളന നഗരിയിലെ നേതാക്കളുടെ നിരയിൽ ഏറ്റവും വലത്തേയറ്റത്ത് AK ബാലൻ നിൽക്കുന്നു. സുഭാഷിണി അലി, ബൃന്ദ കാരാട്ട്, SRP, പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, MA ബേബി, EP ജയരാജൻ തുടങ്ങിയ A വിജയരാഘവൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും വേദിയിലുണ്ട്. SKN അല്പസമയത്തിനകം പതാക ഉയർത്തലിലേക്ക് കടക്കും. SKN. താങ്ക് യു. ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിലേക്കാണ് AK ബാലനാണ് പതാക ഉയർത്തുക. നിമിഷങ്ങൾക്കകം അത് സംഭവിക്കും. പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംസാരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചെറിയ ഓഡിയോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പം ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിലേക്കാണ് ഇനി പോകുന്നത്. AK ബാലനായിരിക്കും പതാക ഉയർത്തുക. അല്പനിമിഷങ്ങൾക്കകം അത് സംഭവിക്കും. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN പതാക ഉയർത്തൽ ചടങ്ങിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി സമ്മേളനത്തിന്റെ ഈ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരു പ്രതികളോട് സംസാരിക്കുകയാണ്. അതിനുശേഷം ആണ് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമാണ് ഈ വേദിയിലുള്ളത്. ഈ പതാക ഉയർത്തൽ നടക്കുന്ന സമയത്ത് പതാക ഗാന ആലാപനമുണ്ട്. അതിനായി ഒരു ടീം താഴെ സജ്ജമായി നിൽക്കുന്നു. ഒപ്പം തന്നെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിലായിരിക്കും ഈ 24ാം സംസ്ഥാന സമ്മേളനത്തിനുള്ള പതാക ഉയർത്തുന്നത്. മുതിർന്ന നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ പതാക ഉയർത്തും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രൊസീഡിയമാണ് ഈ സമ്മേളനം ഇനി നിയന്ത്രിക്കാൻ പോകുന്നത്. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിയാൻ പോകുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് AK ബാലൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ നേതൃനിരയിലുള്ള അവസാനത്തെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അർഹിക്കുന്ന ഒരു ആദരം നൽകുന്നു എന്ന് വേണം ഈ നടപടികളിലൂടെ കരുതാൻ. എന്തായാലും AK ബാലനെ പതാക ഉയർത്തി ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം കൈവരിച്ച നേട്ടങ്ങളെ പറ്റിയുള്ള ഒരു ഹ്രസ്വമായ അവലോകനമാണ് ഇപ്പോൾ ഈ പ്രധാന മൈക്കിലൂടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ഇന്ന് പാർട്ടി ശക്തി പ്രാപിച്ചു. രാഷ്ട്രീയമായും സംഘടനാപരമായും പാർട്ടി കൈവരിച്ച നേട്ടങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പ്രതിനിധികളോട് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ട സന്ദർഭത്തിൽ ഇപ്പോൾ ആശ്രമ മൈതാനത്ത് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊല്ലം ടൗൺ ഹാളിലാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. അതിന് ആമുഖമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം ദീപക് തർമ്മ കൂടി നമുക്കൊപ്പം ചേരും. ഇപ്പോൾ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. AK ബാലൻ, പാർട്ടിയുടെ മുതിർന്ന നേതാവ് AK ബാലനായിരിക്കും പതാക ഉയർത്തുക. ദീപക് തർമ്മ കൂടി ചേരുന്നു. പറയൂ ദീപക്.
SKN സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടക്കം, അതായത് സമ്മേളന നഗരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗരിൽ പതാക ഉയർത്തുന്ന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുകയാണ് പ്രതിനിധികളോട്. അദ്ദേഹം പറയുന്നത് കോടിയേരിയെക്കുറിച്ച്, അത് കഴിഞ്ഞ് സമ്മേളനത്തിൻ്റെ പ്രാധാന്യം, സമ്മേളനം നവീകരണം പാർട്ടിയിൽ നടത്തുന്നതിനെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറയുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നഗരിയിൽ ഇത് ഉയർത്തുമ്പോൾ ആവേശം ഏറെയുണ്ട് SKN. കാരണം വികാരപരമായ ഒരു ബന്ധമായിരുന്നു CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായി പ്രവർത്തകർക്കുള്ളത്.